എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു എഗ്ഗ് പപ്പാസ് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് അപ്പത്തിൻ്റെ കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. ഇത് രണ്ടും ചതച്ചിടാതെ നമുക്ക് ചെറിയ പീസുകൾ, വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൽ 5-6 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അതും കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം വഴറ്റണം കേട്ടോ. അന്നേരം ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ പ്രത്യേകിച്ചിട്ട് വലിയ പണിയൊന്നുമില്ല, എന്നാലും കുറച്ച് നേരം ഒന്ന് മെനക്കെടണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു 2 ഉള്ളി നമുക്ക് എടുത്തിട്ട്, ഒരു മീഡിയം ഉള്ളിയാണ്, 2 ഉള്ളി എടുത്ത് നമുക്ക് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട്, കൊത്തി അരിയണ്ട കേട്ടോ, നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു വലിയ തക്കാളി കൂടി അതിൽ ആഡ് ചെയ്യാം. അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒന്ന് നല്ലോണം തക്കാളി ഒന്ന് വഴറ്റി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിന് മസാല ഇടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു പിഞ്ചിന് കുറച്ച് കൂടുതലും ഗരം മസാല, പിന്നെ ഒരു പിഞ്ച് നമുക്ക് മഞ്ഞൾ. ഓരോരുത്തരും എടുക്കുന്നതിന് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. ഞാനീ 3 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ കുറച്ച് മസാല കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അതൊക്കെ എടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് എല്ലാ മസാല ഇടുമ്പോൾ എപ്പോഴും നമ്മൾ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്കത് കുരുമുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. വെറും കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞളും മാത്രമേ ഇതിന് വേണ്ടുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്കൊരു വലിയ ഉരുളക്കിഴങ്ങ് അതിലേക്ക് സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇടാം കേട്ടോ. അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇത് നമുക്ക് വേവിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2-ാം പാല് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കണം കേട്ടോ. 2-ാം പാലും 1-ാം പാലും. അപ്പോൾ 2-ാം പാല് നമുക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റൊക്കെ വേണം, കാരണം കിഴങ്ങല്ലേ, ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വരണം. പിന്നെ ഉള്ളിയും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് അതിന് മിക്സ് ആവേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ 2-3 കിഴക്ക് നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മുഴുത്തിട്ടുണ്ടാവും കറി കേട്ടോ. അതിനാണ്. അപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് നോക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ചു. എന്നിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല വെന്ത് നല്ല ഇതായി ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മുട്ടയിടാം കേട്ടോ. ഞാൻ മുട്ട 2-3 കീറി കൊടുത്തിട്ടുണ്ട് കത്തിയുണ്ട്. അങ്ങനെ ചെയ്താൽ ഉള്ളിലൊക്കെ നമുക്ക് മസാല പിടിക്കും. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മുടെ 1-ാം പാൽ ഇടുക. 1-ാം പാൽ ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഒന്ന് മേലെ ഒന്ന് തൂകിയാൽ കഴിഞ്ഞു കേട്ടോ പരിപാടി. നല്ല ടേസ്റ്റാണ്. ഇടിയപ്പത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.